I am very happy to participate in this program to express our solidarity with Dr. K.S. Bhagavan, who is doing marvelous work for the secular and democratic society to exist in India. ഇന്ത്യയിൽ ഞാൻ മലയാളത്തിലേക്ക് കിടക്കുകയാണ്. കുറച്ചു കാലമായിട്ട് നമ്മൾ വളരെയേറെ ആശങ്കയിലാണ് ഇപ്പോൾ ജീവിക്കുന്നത്. നിത്യേന പത്രം വായിക്കുമ്പോൾ ബീഫ് നിരോധനം ഒരു ഭാഗത്ത്, ബീഫ് കഴിച്ചതിൻ്റെ പേരിൽ, പശുവിനെ കൊണ്ടുപോയതിൻ്റെ പേരിൽ കൊല ചെയ്യപ്പെടുന്ന പാവങ്ങളുടെ കഥകൾ വേറൊരു ഭാഗത്ത്, ഹിന്ദുത്വത്തിൻ്റെ അജണ്ട വളരെ അഗ്രസീവായിട്ട് ഇന്ത്യയിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന കാഴ്ച, അത് നമ്മൾ ജീവിക്കുന്നത് ഇന്ത്യയിൽ തന്നെയാണോ എന്നുള്ളൊരു ആശങ്കയിലേക്കാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. ഇന്ത്യയുടെ ജനാധിപത്യവും മതേതരത്വവും നിലനിൽക്കേണ്ടത്, ഇന്ത്യയുടെ അഭിപ്രായ സ്വാതന്ത്ര്യം നിലനിൽക്കേണ്ടത്, നേരത്തെ സാറ ടീച്ചർ പറഞ്ഞതുപോലെ മറ്റൊരാളുടെ സ്വാതന്ത്ര്യത്തിൽ കൈകടത്തിക്കൊണ്ടല്ല അവനവൻ്റെ സ്വാതന്ത്ര്യം നിലനിർത്തേണ്ടത് എന്നുള്ള തത്വം, അത് അംഗീകരിച്ചുകൊണ്ടുള്ള ഒരു ജനാധിപത്യം നമുക്കിവിടെ വാഴിക്കേണ്ടതുണ്ട്. അതിന് നമുക്ക് ഓരോരുത്തർക്കും അതിൻ്റേതായിട്ടുള്ള ഉത്തരവാദിത്വമുണ്ട് എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ഇവിടെ ഹിന്ദുത്വത്തിൻ്റെ അജണ്ട ഇത്ര അഗ്രസീവായിട്ട് നടപ്പിലാക്കപ്പെടുന്ന ഈ കാലഘട്ടത്തിൽ തീർച്ചയായിട്ടും ഇത്തരം പ്രതിഷേധ സ്വരങ്ങൾ, ശബ്ദങ്ങൾ മാത്രമല്ല, ഇവിടെ നമ്മൾ പ്രസംഗം മാത്രമല്ല, നമുക്ക് പ്രവർത്തനത്തിലും പല കാര്യങ്ങളും ഇനിയും കൊണ്ടുവരേണ്ടതുണ്ട്. ഇവിടെ ഇത് നമ്മൾ ടോളറേറ്റ് ചെയ്യില്ല. ഇന്ത്യയിൽ ജനാധിപത്യവും മതേതരത്വവും ഇത്രമാത്രം അപഹസിക്കപ്പെടുന്നത് നമുക്ക് അനുവദിക്കാനാവില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിക്കേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്. പ്രത്യേകിച്ച് നമുക്ക് ഇവിടെ ടീസ്റ്റയെ ഓർക്കാം. ടീസ്റ്റ എന്ന ആ ഒരു പോരാളി, അവരാണ് അന്ന് ഗുജറാത്തിൽ നടന്നിട്ടുള്ള ലൈംഗിക ക്രൂരകൃത്യങ്ങളെക്കുറിച്ച് നമ്മളെ മനസ്സിലാക്കി തന്നത്. ലോകത്ത് മുഴുവനും അതിനെ എക്സ്പോസ് ചെയ്തത് ടീസ്റ്റയായിരുന്നു. എന്നിട്ട് ആ ടീസ്റ്റയാണ് ഇന്നിപ്പോൾ കള്ളക്കേസുകൾ കുടുക്കി എങ്ങനെയെങ്കിലും ജയിലിലേക്ക് അകത്ത് കൊണ്ടുവരണം എന്നുള്ള രീതിയിൽ അങ്ങ് എന്താ പറയുക, നിശ്ചയദാർഢ്യത്തോടു കൂടി ഒരു ഇന്ത്യയിലെ ഭരണകൂടം മൊത്തത്തിൽ പ്രവർത്തിക്കുന്നത്. തീർച്ചയായിട്ടും ഇതൊക്കെ നമ്മൾ ചോദ്യം ചെയ്തതിൽ ഇത്തരം മനുഷ്യാവകാശ ലംഘനങ്ങൾ നമുക്ക് എത്രത്തോളം കഴിയും എന്നെനിക്കറിയില്ല. തീർച്ചയായിട്ടും ഒരുപക്ഷെ കൽബുർഗിയുടെയും പൻസാരയുടെയും ഒക്കെ ഭാവിയായിരിക്കാം നമുക്കൊക്കെ ഉണ്ടാവുക. സാരമില്ല, അത്തരത്തിലുള്ള രക്തസാക്ഷിത്വം നമുക്ക് അഭിമാനപൂർവ്വം സ്വീകരിക്കാമെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇത്തരത്തിൽ പോരാട്ടം നടത്തുന്ന ഡോക്ടർ കെ.എസ്. ഭഗവാനും അദ്ദേഹത്തിൻ്റെ കൂട്ടുകാർക്കും എല്ലാം എൻ്റെ എല്ലാവിധ ഐക്യദാർഢ്യവും പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ നിർത്തുന്നു.